Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പെസഹ പാലുമാണ്. ഇത് കൂടുതലായിട്ടും നമ്മൾ പെസഹ വ്യാഴാഴ്ചയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ അരി അരച്ചിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാറ്. എന്നാൽ ഇന്ന് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അതിനാദ്യം തന്നെ അതിനായിട്ട് 1/4 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് നാളികേരം ചിരകിയതും 1 ടീസ്പൂൺ നല്ല ജീരകം, 2 വെളുത്തുള്ളി, ഒരു 6-7 ചുവന്നുള്ളി ഇത്ര ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നന്നായി അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ആദ്യം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്ന് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് അത് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അതും അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് 1/4 കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ബാറ്ററാക്കി എടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് പുളിപ്പിക്കാത്ത അപ്പമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം നമുക്കിത് പുളിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് വെച്ചാൽ മതി. അതെല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്, നന്നായി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ടേസ്റ്റൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് പുളിച്ച് പോകും. അപ്പോൾ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് പെസഹ അപ്പം എന്ന് പറയുന്നത് പുളിക്കാത്ത അപ്പമാണ് കേട്ടോ. അപ്പോൾ കാരണം തന്നെ നമ്മൾ ഒത്തിരി നേരം ഇത് വയ്ക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു കിണ്ണെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൻ്റെ പകുതിക്ക് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒത്തിരി നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പകുതി വരെ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്ത് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ട് ഉണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം വെച്ച് ആവി കയറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് നടുഭാഗത്തൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടാണ് സ്റ്റിക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ അപ്പം റെഡിയായി. അങ്ങനെ നമ്മുടെ അപ്പം റെഡിയായി. ഇവിടെ പെസഹ അപ്പം റെഡിയായി. ഇനി ഇതിലേക്ക് വേണ്ട പെസഹ പാൽ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നല്ല ജീരകവും ഏലക്കായുടെ കുരുവും ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായി തരിയില്ലാതെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതവിടെ വെക്കാം. ഇനി മറ്റൊരു പാനിലോട്ട് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതോടെ ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ 2-ാം പാൽ എടുത്ത് അതും കൂടി ഒരു 1/2 കപ്പ് നാളികേരപ്പാലാണ്. കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി കുറുകി പോകാൻ പാടില്ല. ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, പിന്നെ നമ്മൾ ഏലക്കായും നല്ല ജീരകവും പൊടിച്ച പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ചുക്ക് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ വേണ്ടത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒരു അരിപ്പ് വെച്ച് അരിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുകി വരാൻ പാടില്ല. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ടിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായി കുറുക്കിയെടുക്കുക. അപ്പോൾ കുറുകി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാൽ നാളികേരത്തിൻ്റെ കട്ടിപ്പാൽ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നാളികേരത്തിന് 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തിളപ്പിക്കാതെ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പെസഹ അപ്പവും പെസഹ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ രീതിയിൽ ഈ ഒരു അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിക്ക് പകരം പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തിട്ട് ഉഴുന്നിൻ്റെ കൂടെ തന്നെ നന്നായി ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ഈ ഒരു അപ്പത്തിൻ്റെ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കുരിശാകൃതിയിൽ ഇതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അത് പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുമ്പോഴാണ് ചെയ്യുക. പിന്നെ ഇത് പാലിൽ മുക്കിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.